ഷെഫീദ് ഫുട്ബോൾ പീക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസണിൽ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 8 റൗണ്ട് മത്സരങ്ങളാണ് പൂർത്തിയാക്കിയത്. 8 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ 8 പോയിന്റാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സമ്പാദ്യം. പുതിയ സീസണിൽ പോയിന്റ് ടേബിളിൽ 10ാം സ്ഥാനത്ത് തുടരുന്ന ബ്ലാസ്റ്റേഴ്സിന് വരാനിരിക്കുന്ന 2 മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമോ? സ്റ്റാരേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി തുടരാൻ കഴിയുമോ? ഇതാണ് ചോദ്യം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും 2 നിർണായക പോരാട്ടങ്ങളാണ് സ്റ്റാരേക്ക് വരാനിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹത്തിന്റെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന 2 പോരാട്ടങ്ങൾ. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നവംബർ 24-ന് ചെന്നൈയിൻ FC നേരിടുമ്പോഴും നവംബർ 28-ന് FC ഗോവയെ നേരിടുമ്പോഴും 2 മത്സരങ്ങളിൽ നിന്നും 6 പോയിന്റ് പരമാവധി പോയിന്റ് സ്വന്തമാക്കാതെ ശരിക്കും സ്റ്റാരേക്ക് ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ കഴിയുക അസാധ്യമായിരിക്കും. നിലവിൽ പോയിന്റ് ടേബിളിൽ 10ാം സ്ഥാനത്താണ് തുടരുന്നത്. നമുക്കറിയാം, ഇവാൻ വുക്കമനോവിച്ചും പകരക്കാരനായി സ്റ്റാർ വരുമ്പോൾ അത്ര വലിയൊരു പരിശീലകൻ, പേരുകേട്ട പരിശീലകൻ ഒന്നും ആയിരുന്നില്ല. എങ്കിലും പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സീസണിന്റെ തുടക്കത്തിൽ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് FCയോട് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ പരാജയപ്പെട്ടപ്പോൾ ഇത് എല്ലാ സീസണിലെ പോലെ തന്നെ പതിവ് ശൈലി എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിനുശേഷം ഈസ്റ്റ് ബംഗാളിനെതിരെയും എവേ മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് സ്റ്റാരേക്ക് കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ആരാധകരൊക്കെ വളരെ പ്രതീക്ഷയിലായിരുന്നു. പിന്നീട് നോവാസോദോ എന്ന താരത്തിന് പരിക്ക് പറ്റിയതും കൂടാതെ റഫറിങ്ങിലെ പിയവും ഒക്കെ ഉണ്ട്. പക്ഷെ കൂടാതെ ഡിഫൻസിലെ പ്രശ്നങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് തലവേദന തന്നെയാണ് പുതിയ സീസണിലും. എന്തായാലും സ്റ്റാറെ സംബന്ധിച്ചിടത്തോളം നിർണായകമാവാൻ പോകുന്ന പോരാട്ടമാണ് ചെന്നൈ FCക്കെതിരെ നവംബർ 24-ന് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്നതും അതുപോലെ തന്നെ നവംബർ 28-ന് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ FC ഗോവയെ നേരിടുമ്പോൾ 2 ടീമുകളും നിലവിൽ മികച്ച ഫോമിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്ന ടീമുകളാണ് ചെന്നൈയിൻ FCയും അതുപോലെ തന്നെ FC ഗോവയും. എന്തായാലും മനോലോ മാർക്കസിന്റെ കീഴിലുള്ള FC ഗോവക്കും കോയലിന്റെ കീഴിലുള്ള ചെന്നൈ FCക്കെതിരെ പരമാവധി പോയിന്റ് സ്വന്തമാക്കുകയല്ലാതെ ശരിക്കും സ്റ്റാരേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് തുടരുക അസാധ്യമായിരിക്കും. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടി വരും. സ്റ്റാരേക്ക് കീഴിൽ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് മികച്ച പ്രകടനം ഉണ്ടാകുമോ എന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സ്റ്റാരേക്ക് ശരിക്കും കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റാരേക്ക് കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമോ? സ്റ്റാരേക്ക് ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ കഴിയുമോ എന്നുള്ളതൊക്കെ